2 ദിവസം മുൻപായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്ത മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മനംനൊന്തിരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ, അദ്ദേഹത്തിന്റെ കുടുംബവും സഹപ്രവർത്തകരും. ക്യാൻസർ ബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചികിത്സയിലിരിക്കവെ തന്നെയാണ് മരണവും സംഭവിച്ചത്. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സിദ്ധാർത്ഥിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, സിനിമയിലും സീരിയലിലും അഭിനയിക്കണമെന്ന്. സിനിമയിൽ അറിയപ്പെടുന്ന ഒരു വേഷം അവതരിപ്പിക്കാൻ സിദ്ധാർത്ഥിന് അവസരം ലഭിക്കുകയും ചെയ്തു. കസ്തൂരിമാനിലെ സിദ്ധു എന്ന് പറയുമ്പോൾ മലയാളികൾക്കെല്ലാവർക്കും ഇന്നും ഓർത്തെടുക്കാൻ സാധിക്കും. സിനിമയിലും അഭിനയിക്കണമെന്ന് സിദ്ധാർത്ഥ് അതിയായി ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, സിദ്ധാർത്ഥിന് മറ്റൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ സ്വന്തമാക്കണമെന്ന്. സഹപ്രവർത്തകരോട് പലവട്ടവും പറയാറുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പ്രണയിനിയെ എന്നെങ്കിലും കണ്ടെത്തുമെന്ന്. അന്ന് ഞാൻ വിവാഹം കഴിക്കുമെന്നും സിദ്ധു പറയാറുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മയും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മകന്റെ പ്രിയതമയെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ അമ്മയും ഏതറ്റം വരെയും പോകുമായിരുന്നു. സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ അമ്മയ്ക്ക് ഏക മകനാണുള്ളത്. ആ മകന് വേണ്ടിയായിരുന്നു ആ അമ്മ ജീവിച്ചത്. 2 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ചപ്പോഴും അവൻ ജീവിതത്തിലേക്ക് പഴയതുപോലെ മടങ്ങി വരും എന്നായിരുന്നു അമ്മയുടെ പ്രതീക്ഷ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ കുടുംബത്തിന്റെ എല്ലാം കരുതിക്കൊണ്ടായിരുന്നു മരണം സിദ്ധാർത്ഥ് വേണുഗോപാലിനെ തേടിയെത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ആ വേദനയിൽ നിന്നും ആ അമ്മയ്ക്ക് കരകയറാൻ സാധിക്കട്ടെ എന്നാണ് ഇന്ന് ഓരോ മലയാളി പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്.